ഹലോ, അപ്പോൾ ഒരു കാര്യം പറയാം. ഈ ഒരു ക്ലാസ്സിലൂടെ എംബ്രിയോളജി ആൻഡ് പാലിനോളജി എന്ന് പറയുന്ന രണ്ട് മൊഡ്യൂൾ നമുക്ക് തീർച്ചയായിട്ടും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ടേംസും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് ആ ഒരു പാറ്റേണിലൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എൻ്റെ പ്രോമിസ് ആണ്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ എംബ്രിയോളജി ആണ് പഠിക്കുന്നത്. അപ്പോൾ എംബ്രിയോളജി എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ് ആണ്, അല്ലെ? എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള പ്രോസസ് ആണ് എംബ്രിയോളജി. അതിൽ പോളനിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ആണ് പാലിനോളജി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ എംബ്രിയോളജിയിലുള്ള സ്റ്റെപ്സ് നമുക്ക് ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മൈക്രോസ്പോറോജെനിസിസ് ആണ്. കൺഫ്യൂഷൻ ആകരുത്. മൈക്രോസ്പോർ എന്ന് പറയുന്നത് മെയിൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും മെഗാ എന്ന് പറയുന്നത് ഫീമെയിൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം മൈക്രോസ്പോറോജെനിസിസ് ആണ്. അതായത് മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതൊക്കെ സ്റ്റെപ്പ് ഒക്കെ പറയും. മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മിയോസിസ് വഴി റിഡക്ഷൻ ഡിവിഷൻ വഴി മൈക്രോസ്പോർ ഉണ്ടാകുന്നതാണ് മൈക്രോസ്പോറോജെനിസിസ്. ദെൻ മൈക്രോഗാമറ്റോജെനിസിസ് എന്ന് പറയുന്നത് ഈ ഒരു മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് മെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്ന പ്രോസസ് ആണ്. ദെൻ നെക്സ്റ്റ് മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുമ്പോൾ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർ ഉണ്ടാകുന്നു, ഫീമെയിൽ പാർട്ട് ആണ്. മെഗാഗാമറ്റോജെനിസിസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോസാക്ക് മെഗാസ്പോറിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് പോളിനേഷൻ ആണ്. അതായത് പോളൻ ഗ്രെയിൻസ് ആന്ത്രയിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട് എത്തുന്ന പ്രോസസ് ആണ് പോളിനേഷൻ. ദെൻ ഫെർട്ടിലൈസേഷൻ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നു, അത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ഓക്കെ, അവിടെ സിംഗാമി ഉണ്ട്, ട്രിപ്പിൾ ഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഈ 7 പ്രോസസ്സും കൊടുത്തിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള പിക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിക്ചർ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓരോന്നോരോന്നായിട്ട് ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പ്രോസസ്സിലോട്ട് പോകാം. ഒന്നാമത്തത് മൈക്രോസ്പോറോജെനിസിസ് ആൻഡ് മൈക്രോഗാമറ്റോജെനിസിസ് ആണ്. നമുക്ക് നോക്കാം മൈക്രോസ്പോറോജെനിസിസ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ആദ്യം ഉണ്ടാകുന്ന ഒരു ആന്തറിന്റെ സ്ട്രക്ചർ ഒക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ഒരു ആന്തർ, മെച്ചൂർ അല്ലാത്ത ആന്തർ എന്ന് പറയുന്നത് ഒരു ഹോമോജീനസ് ആയിട്ടുള്ള സെൽസ് ആണ്. സെല്ലിന്റെ ഒരു മാസ് ആയിരിക്കും. ഒരു ഹോമോജീനസ് സെല്ലിന്റെ ആ ഒരു മാസിൽ ഒരു എപ്പിഡെർമിസ് ഉണ്ടായിരിക്കും കേട്ടോ. ആ ഒരു എപ്പിഡെർമിസിന്റെ ഉള്ളിലുള്ള ഹൈപ്പോഡെർമൽ സെൽസിന്റെ ചില സെൽസ് ആർക്കിസ്പോറിയൽ സെല്ലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഈ ഒരു ആർക്കിസ്പോറിയൽ സെല്ല് ഡിപ്ലോയിഡ് ആണ്. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ഓർത്ത് വെക്കണം. അപ്പം ആർക്കിസ്പോറിയൽ സെൽസ് ഡിപ്ലോയിഡ് ആണ്. ആ ഒരു ആർക്കിസ്പോറിയൽ സെൽസ് എന്ത് സംഭവിക്കുകയാണ്, പെരിക്ലൈനൽ ഡിവിഷൻ നടക്കുകയാണ്. ഓക്കെ, പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറയുന്നത് ആ ഒരു വോളിന് പാരലൽ ആയിട്ട് പാരലൽ നടക്കുന്ന ഡിവിഷൻ ആണ് പെരിക്ലൈനൽ ഡിവിഷൻ. സോ ആർക്കിസ്പോറിയൽ സെൽസ് അല്ലെങ്കിൽ ആർക്കിഗോണിയൽ സെൽസ് രണ്ട് ടേം മാറിപ്പോയത് കേട്ടോ. അപ്പൊ ആർക്കിസ്പോറിയൽ സെൽസ് ഡിപ്ലോയിഡ് ആണ്, അവയ്ക്ക് പെരിക്ലൈനൽ ഡിവിഷൻ നടന്നു. പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് ആദ്യം ഉണ്ടാകുന്ന രണ്ട് ടൈപ്പ് ഓഫ് സെല്ല് ഫോം ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് പ്രൈമറി പെരിയേറ്റൽ സെല്ലും രണ്ടാമത്തത് പ്രൈമറി സ്പോറോജീനസ് സെൽസും ആണ്. ഓക്കെ, പ്രൈമറി പെരിയേറ്റൽ സെൽസും പ്രൈമറി സ്പോറോജീനസ് സെൽസും. നമ്മൾ ഈ ഒരു മൈക്രോസ്പോർ മദർ സെൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ആദ്യം പറയുന്നത്. അപ്പൊ അതിന് ഹൈപ്പോഡെർമൽ സെൽസ്, പെരിക്ലൈനൽ ഡിവിഷൻ, പ്രൈമറി പെരിയേറ്റൽ സെൽസ് പുറമേ ഉണ്ടാകുന്നുണ്ട്, പ്രൈമറി സ്പോറോജീനസ് സെൽസും ഉണ്ടാകുന്നുണ്ട്. ഇനി ആ ഒരു പ്രൈമറി പെരിയേറ്റൽ സെൽസിന് എന്ത് സംഭവിക്കും, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിവിഷൻ നടക്കും. ഓക്കെ, ഇത് മെച്ചുവർ ആയിട്ടില്ല, ആന്തർ മെച്ചുവർ ആകുന്നതിന് മുന്നേ ആണ് കേട്ടോ. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിവിഷൻ നടന്നിട്ട് എന്തുണ്ടാകുന്നു, ഒരു 2 to 5 ലെയർ ഉണ്ടായിരിക്കും. ആ ഒരു 2 to 5 ലെയർ ആണ് പിന്നീട് ആന്തർ ബോൾ ആയിട്ട് മാറുന്നത്. ഈ ഒരു റിപ്പീറ്റഡ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പെരിക്ലൈനൽ ആൻഡ് ആന്റിക്ലൈനൽ ഡിവിഷൻ നടക്കുന്നുണ്ടെന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ആന്തറിന്റെ ബോൾ അറിയാലോ, എപ്പിഡെർമിസ് ഔട്ടർ, എൻഡോതീസിയം എന്ന് പറയുന്നത് അവിടെയാണ്. ഈ ഒരു എൻഡോതീസിയത്തിലാണ് ഹൈഗ്രോസ്കോപ്പിക് ആണ്, അതായത് പോളൻ വലുതാകുന്നതിനനുസരിച്ചിട്ട് അവയുടെ വോളും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവയിലാണ് സ്റ്റോമിയം ഉള്ളത്. ഓക്കെ, സ്റ്റോമിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എൻഡോതീസിയത്തിലാണ് ഉള്ളത്. ഇപ്പൊ പ്രഷർ വരുമ്പോൾ അവ ബ്രേക്ക് ചെയ്തിട്ടാണ് പോളന്റെ ഡിസ്ചാർജ് നടക്കുന്നതെന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പറയുന്നതാണ് മിഡിൽ ലെയർ എന്ന് പറയുന്നത് ഒരു 2 to 3 ലെയർ ആണ്. എൻഡോതീസിയം എപ്പിഡെർമിസും സിംഗിൾ ലെയർഡ് ആണ്. മിഡിൽ ലെയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടപ്പീറ്റം, ന്യൂട്രീഷൻ, അതായത് വളർന്നു വരുന്ന പോളൻ ഗ്രെയിൻ സ്പോറോജീനസ് ടിഷ്യൂസിന് ന്യൂട്രീഷൻ കൊടുക്കുന്നതാണ് ടപ്പീറ്റം എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി പെരിയേറ്റൽ സെൽ
ഓക്കെ ആയി. നെക്സ്റ്റ് പറയുന്നത് പ്രൈമറി സ്പോറോജീനസ് സെൽസ് ആണ്. അപ്പൊ അത് ഇന്നർ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രൈമറി സ്പോറോജീനസ് സെൽസിന് മൈറ്റോട്ടിക് ആയിട്ടുള്ള ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യാണ്? സ്പോറോജീനസ് ടിഷ്യൂ ഫോം ചെയ്യാണ്. ആ ഒരു സ്പോറോജീനസ് ടിഷ്യൂല് ചില ടിഷ്യൂസ് എന്ത് ചെയ്യാണ്? ഡിഫറൻഷിയേഷൻ നടന്നിട്ട് മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു സ്പോറോഫൈറ്റിക് ജനറേഷൻ ഏറ്റവും അവസാനത്തത് ഈ ഒരു മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഡിപ്ലോയിഡ് ജനറേഷൻ എന്ന് പറയുന്നത് മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഇതിന് ശേഷം വരുന്നതൊക്കെയാണ് എന്താണ് ഹാപ്ലോയിഡ് ആയിട്ട് വരുന്നത്. അപ്പൊ മൈക്രോസ്പോറോജെനിസിസ് ഇതുവരെയല്ല ഇവിടെ കൊള്ളാത്തത് കൊണ്ട് ഞാൻ ഇപ്പുറത്തും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മൈക്രോസ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡ് ആയിട്ടുള്ളത് ഉണ്ടായി. ഇനി നമുക്ക് എന്തുണ്ടാകണം? മൈക്രോസ്പോർ ഉണ്ടാകണം. മൈക്രോസ്പോർ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ് അല്ലെ? ഹാപ്ലോയിഡ് ആണെങ്കിൽ ഇവിടെ മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ നടക്കണം. മൈക്രോസ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് 4 മൈക്രോസ്പോർ, അതൊരു ടെട്രാഡ് ആണ്. ടെട്രാഡിന്റെ ക്യാരക്ടർ നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ടെട്രാഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ടെട്രാഡ് ഉണ്ടാകുമ്പോൾ അതൊരു കോമൺ കാലസിന്റെ ഉള്ളിലാണ്, കാലോസിന്റെ ഉള്ളിലാണ് ഉണ്ടാകുന്നതെന്നൊക്കെ പഠിച്ചു വെക്കണം. അപ്പൊ ടെട്രാഡ് ഉണ്ടാകുന്നത് വരെയാണ് ആ ഒരു മൈക്രോസ്പോറോജെനിസിസ്. അത് പോളൻ ഗ്രെയിൻസ് മെച്ചൂർ ആയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തിട്ട് സിംഗിൾ മൈക്രോസ്പോർ ആയിട്ട് മാറും. അപ്പൊ ഒരു സിംഗിൾ മൈക്രോസ്പോർ ആണ് ആ ഒരു ഗാമിറ്റോജെനിസിസ് അല്ലെങ്കിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു മൈക്രോസ്പോർ ആണ് അല്ലെങ്കിൽ ടെട്രാഡ് ആണ്. നെക്സ്റ്റ് ഈ മൈക്രോസ്പോറിന് എന്ത് സംഭവിക്കുകയാണ്? മൈറ്റോസിസ്, അൺഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ, മൈറ്റോസിസ് 1 സംഭവിക്കുകയാണ്. മൈറ്റോസിസ് 1 സംഭവിച്ചിട്ട് ഈ ഒരു മൈക്രോസ്പോർ മെച്ചൂർ ആയാലാണ് നമ്മൾ അതിനെ പോളൻ ഗ്രെയിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പോളൻ ഗ്രെയിൻസ് എന്ന് വിളിക്കണമെങ്കിൽ ഒരു സിംഗിൾ മൈക്രോസ്പോറിന് ഡിവിഷൻ നടക്കണം. ഡിവിഷൻ നടന്നിട്ട് 2 സെല്ലിലുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. നിങ്ങൾ പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ പാലിനോളജിയിൽ പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഒരു വെജിറ്റേറ്റീവ് ലാർജർ ആയിട്ടുള്ള വാസ്റ്റ് വെജിറ്റേറ്റീവ്, ആ ഒരു ടേം ഓർത്ത് വെച്ചാൽ മതി. വാസ്റ്റ് വെജിറ്റേറ്റീവ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. പിന്നെ ഒരു സ്മോളർ ആയിട്ടുള്ള ജനറേറ്റീവ് സെൽ ഉണ്ടായിരിക്കും. പിന്നെ ഇതില് ഈ സെൽസിന് വെജിറ്റേറ്റീവ് സെല്ല് എന്ന് പറയുന്നത് ട്യൂബ് ന്യൂക്ലിയസ് ആയിട്ട് അല്ലെങ്കിൽ ട്യൂബ് സെല്ലായിട്ടാണ് മാറുക. പോളൻ ട്യൂബ് ഫോർമേഷൻ ആണ് കേട്ടോ വെജിറ്റേറ്റീവ് സെല്ല് എന്ന് പറയുന്നത്. പക്ഷെ ഒരു ജനറേറ്റീവ് സെല്ല് എന്ന് പറയുന്നത് പെരിക്ലൈനൽ ഡിവിഷൻ നടക്കും. പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് അവ എന്ത് ഫോം ചെയ്യാണ്? 2 മെയിൽ ഗമേറ്റ്. സോ ജനറേറ്റീവ് സെല്ലാണ് മെയിൽ ഗമേറ്റ് ഫോം ചെയ്യുന്നത്. വെജിറ്റേറ്റീവ് സെല്ലാണ് ട്യൂബ് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. കാരണം ആ ഒരു ട്യൂബ് ന്യൂക്ലിയസും ഫോം ചെയ്തു, മെയിൽ ഗമേറ്റും ഫോം ചെയ്തു. അപ്പൊ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പോളൻ ഗ്രെയിൻസ് ആണ് മെയിൽ ഗാമിറ്റോഫൈറ്റ്. ആ ഒരു മൈക്രോസ്പോറിൽ നിന്ന് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്ന പ്രോസസ് ആണ് മൈക്രോ ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാകുന്ന പ്രോസസ് ആണ്. ഓക്കെ, സോ ഇത്രയും പ്രോസസ് ആയി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നോക്കാം. അപ്പം ഈ ഒരു മെയിൽ ഗാമിറ്റോ ഒരു പോളൻ ഗ്രെയിൻസിന് വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ടായിരിക്കും, 2 മെയിൽ ന്യൂക്ലിയസും ഉണ്ടായിരിക്കും എന്ന് കൂടി ഓർത്തു വെക്കുക. സോ നെക്സ്റ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നതിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. നമ്മൾ ഈ ഒരു ടെട്രാഡ് ഫോം ചെയ്യല്ലോ. അപ്പൊ ആദ്യം ഫോം ചെയ്യുന്ന ടെട്രാഡ് എന്ന് പറയുന്ന ഒരു വട്ടത്തിന്റെ ഉള്ളിൽ 4 ടെട്രാഡ് അല്ലേ? ആ ഒരു ഈ ഒരു ഇങ്ങനെയാണ് കേട്ടോ ഫോം ചെയ്യുന്നത്. ഓക്കെ, വരച്ചത് ശരിയായിട്ടില്ല. ഈ ഒരു സ്ട്രക്ചർ കണ്ടോ? അതൊരു കോമൺ ആയിട്ടുള്ള വോൾ ആണ്. ആ ഒരു കോമൺ ആയിട്ടുള്ള വോളിന് നമ്മൾ കാലസ് വോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ടെട്രാഡ് ഡെവലപ്മെന്റിന്റെ കോമൺ കാലസ് വോൾ, അതായത് ഈ ഒരു കോമൺ കാലസ് വോളിലാണ് ഉണ്ടായിരിക്കുക ആദ്യം. അപ്പൊ അതായത് ഫ്യൂസ് ചെയ്യാതെ സംരക്ഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു കാലസ് വോളിൽ നിന്ന് നമുക്ക് ടെട്രാഡിന്റെ ആ ഒരു പല ടൈപ്സ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു പല ടൈപ്സ് ഫോം ചെയ്യുമ്പോൾ അവിടെ ഈ ഒരു സൈറ്റോകൈനസിസ് നടക്കുമല്ലോ, പല തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈറ്റോകൈനസിസ് നടക്കുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ടാണ്. അതായത് ഓരോ ടെട്രാഡും ഓരോ പോളൻ ഗ്രെയിൻസും ഈ ഒരു മൈക്രോസ്പോറും തമ്മിൽ ഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് സൈറ്റോകൈനസിസ് നടക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ടാണ്. സെപ്പറേറ്റ് അല്ല, സൈമിൾട്ടേനിയസ് ആയിട്ടാണ് എന്ന് ഓർത്തു വെക്കുക. ടെട്രാഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു കോമൺ കാലസ് വോൾ ഉണ്ടായിരിക്കും. സൈമിൾട്ടേനിയസ് ആയിട്ടാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. സ്റ്റോമിയം എന്ന് പറയുന്ന എൻഡോസ്പീസിയത്തിൽ കാണുന്ന സ്റ്റോമിയം എന്ന് പറയുന്ന സ്ട്രക്ചർ വഴിയാണ് പോളൻ ഡിസ്ചാർജ് എന്നും ഓർത്തു വെക്കുക. നെക്സ്റ്റ് ടെട്രാഡിന്റെ ടൈപ്പ് ആണ്. ടെട്രാഡിന്റെ ടൈപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഡൈക്കോട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ടെട്രാഹിഡ്രൽ ആയിട്ടുള്ളത്. ടെട്രാഹിഡ്രൽ എന്ന് പറയുന്നത് ഒരു പിരമിഡ് പോലെയാണ്. അതായത്
നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മൂന്ന് പോളൻ ഗ്രെയിൻസേ കാണുള്ളൂ. ഒന്ന് അപ്പുറത്തെ സൈഡിലായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഡൈക്കോട്ടിലാണ്. രണ്ടാമത്തേത് എന്താണ്? ഐസോ ബൈലാറ്ററൽ ആണ്. അതൊരു പ്ലെയിനിൽ തന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ നിന്ന് നോക്കുമ്പോൾ 4ഉം കാണും. അതിനെയാണ് മോണോകോട്ടിലാണ് ഇത് കോമൺ ആയിട്ടുള്ളത്. ദെൻ ലീനിയർ ടെട്രാഡ് ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ, ഓക്കെ, ലീനിയർ ആയിട്ട് കാണുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും 4 ടെട്രാഡും ഉണ്ടായിരിക്കുക. അതിന് എക്സാമ്പിൾ കാണുന്നത് ഹാലോഫില, ചില അസ്ക്ലിപ്പിയാഡീസിയിൽ വരുന്ന ചില ഫാമിലീസിലൊക്കെയാണ്. ദെൻ ടി ഷേപ്പ് എന്ന് പറയുന്നത് ഒരു റോയില് 3 ഉണ്ടാകും. ദെൻ 2 എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതായത് ഇവിടെ 2, മുകളിലെ 2, ബാക്കിയുള്ള 2 ഇങ്ങനെയായിട്ടായിരിക്കും ഒരു ടി ഷേപ്പ്. അതിന് എക്സാമ്പിൾ അരിസ്റ്റോലൂക്കിയ, ബ്യൂട്ടോമോപ്സിസിലാണ്. നെക്സ്റ്റ് ഡെക്കുസൈറ്റ് ആയിട്ടുള്ള ടെട്രാഡ്സ് ഉണ്ട്. സെല്ല് ഒരു ക്രോസ് ലൈക്ക് ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ക്രോസ് ലൈക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഇതേപോലെ തന്നെ ആ ഒരു ടി ഷേപ്പ് പോലെ തന്നെ ആദ്യം മുകളിൽ 2 ഉണ്ടായിരിക്കും, താഴെ ഒന്ന് അപ്പുറത്തെ സൈഡിൽ. അതാണ് ക്രോസ് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. മാഗ്നോളിയ, എട്രിപ്ലെക്സ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഒരു കോമ്പൗണ്ട് പോളൻ ആണ്. അതായത് പോളൻ ഗ്രെയിൻസ് ഒക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന് മൈക്രോസ്പോറിന് ഒരു സെപ്പറേഷൻ ഇല്ല, എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. അതിനാണ് കോമ്പൗണ്ട് പോളൻ എന്ന് പറയുന്നത്. എനോണ, ഡ്രോസറ, ദെൻ ടൈഫേൽ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. അത് പറയുമ്പോൾ അരിസ്റ്റോലൂക്കിയ എലഗൻസി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഈ ഒരു 5 ടൈപ്പും കാണുന്നുണ്ട്. ഓക്കെ, 5 ടൈപ്പും കാണുന്നുണ്ട് ഈ ഒരു അരിസ്റ്റോലൂക്കിയ എലഗൻസി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ. നെക്സ്റ്റ് ആണ് പൊളീനിയ എന്ന് പറയുന്നത്. പൊളീനിയ കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് മാസ് ഓഫ് മെനി പോളൻ ഗ്രെയിൻസ് ആണ്. ഒരു സിംഗിൾ യൂണിറ്റ് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിന് എക്സാമ്പിൾ കെലോട്രോപ്പിസും ഓർക്കിഡ്സും ഒക്കെയാണ് കേട്ടോ. കെലോട്രോപ്പിസും ഓർക്കിഡ്സും ആണ് എക്സാമ്പിൾ വരിക. ദെൻ പോളിസ്പോറി എന്നുള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 4ൽ കൂടുതൽ പോളൻ ഒരു സെല്ലിൽ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് പോളിസ്പോറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ ആണ്. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ് നോക്കിയേ, മൈക്രോസ്പോർ, മിയോസിസ് നടന്നു, ടെട്രാഡ് കാലസ് വോളിൽ ഉണ്ടായിരിക്കും. ആ ഒരു കാലസ് വോളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ടെട്രാഡ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ടെട്രാഡ്സിൽ നിന്ന് മെയിൽ ഗാമിറ്റോഫൈറ്റ് ഫോം ചെയ്തു. അതായത് ജനറേറ്റീവ് ആൻഡ് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഒക്കെ ഫോം ചെയ്തു. ദെൻ അത് ഇനി ജെർമിനേഷൻ നടക്കണം അല്ലെ. അപ്പൊ ജെർമിനേഷൻ നടക്കുന്ന കേസിലുള്ള കാര്യങ്ങൾ പറയാം. ആദ്യം ഒരു പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ പോളൻ വോൾ ആണ് ഉള്ളത്. പോളൻ വോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ, ഏറ്റവും പുറമേ ഉള്ളത് എക്സൈൻ ആണ്, ഔട്ടർ തിക്ക് ലെയർ ആണ്. അതിൽ സ്പോറോപോളൻ ഉണ്ട്, വെരി റെസിസ്റ്റന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സൈനെ തന്നെ 2 ആയിട്ട് തിരിക്കാം, സെക്സൈൻ പ്ലസ് നെക്സൈൻ. ഓക്കെ, സെക്സൈൻ പ്ലസ് നെക്സൈൻ ആണ് ഉള്ളത്. അതിൽ സെക്സൈൻ എന്ന് പറയുമ്പോൾ അതിന് തന്നെ പിന്നെയും 2 പോർഷൻ ഉണ്ട്, ടെക്റ്റവും ഉണ്ട്, ബാക്കുളയും ഉണ്ട്. നെക്സൈൻ എന്ന് പറയുന്നത് ഒരു ഹെറ്ററോജീനസ് ആയിട്ടുള്ള സെല്ലാണ് കേട്ടോ. നെക്സ്റ്റ് ഇൻറ്റൈൻ ആണ്, ഇന്നർ ആയിട്ടുള്ളതാണ്, സെല്ലുലോസും പെക്റ്റിനും ചേർന്നതാണ്. നെക്സ്റ്റ് പറയാനുള്ളത് അപ്പേച്ചർ. അത് എക്സൈനിലുള്ള റീജിയൻ ആണ്. സ്പോറോപോളനിൻ ഇല്ലാത്ത എക്സൈനിലുള്ള റീജിയനെയാണ് നമ്മൾ ജേം പോർ അല്ലെങ്കിൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻസിന്റെ സ്റ്റഡീസിന് അപ്പേർച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവ മെയിൻ ആയിട്ട് പോളൻ ട്യൂബിന്റെ ഫോർമേഷൻ ആണ് സഹായിക്കുന്നത്. അപ്പൊ പോളൻ ഗ്രെയിൻസിന്റെ അപ്പേർച്ചർ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ഉണ്ട്. ട്രൈകോൾപേറ്റ് എന്ന് വെച്ചാൽ 3 ജേം പോർ ഉള്ളത്, ഡൈക്കോട്ടിലാണ് കോമൺ ആയിട്ട് കാണുക. മോണോകോൾപേറ്റ് ഒരു ജേം പോർ അല്ലെങ്കിൽ അപ്പേർച്ചർ മാത്രമേ ഉള്ളൂ, അവ മോണോകോട്ടിലാണ് കാണുക. നെക്സ്റ്റ് സൈറ്റോപ്ലാസം ഉണ്ടല്ലോ, അത് 2 സെല്ലാണല്ലോ. വാസ്റ്റ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സെൽ അല്ലെങ്കിൽ ട്യൂബ് സെൽ, അവ പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നു. ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമേറ്റും ആകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു പോളന്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാലിനോളജി എന്ന് പറയുന്നത്. ട്യൂബ് ന്യൂക്ലിയസ് ആ ഒരു ഫെർദർ ഡെവലപ്മെന്റിൽ ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ജനറേറ്റീവ് സെൽ ആയിട്ടുള്ള മെയിൽ ഗമേറ്റ് ആണ് ഉള്ളിലോട്ട് കടക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. സോ നമ്മൾ മെയിൽ പാർട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഫോർമേഷനിലോട്ട് നോക്കാം. അത് അതിൽ സെയിം പ്രോസസ് എങ്ങനെയാണ്, മെഗാസ്പോറോജെനിസിസും ഉണ്ട്, മെഗാ ഗാമറ്റോജെനിസിസും ഉണ്ട്. അപ്പൊ മെഗാസ്പോറിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ സെയിം ആ ഒരു മൈക്രോസ്പോറിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എന്തുണ്ടാകും, ആ ഒരു ആർക്കിസ്പോറിൽ ഇനീഷ്യൽസിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിൽ ചിലത് എന്ത് ചെയ്യും, ആർക്കിസ്പോറിൽ ഇനീഷ്യൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അവ ഡിവിഷൻ നടത്തും. എങ്ങനെയുള്ള ഡിവിഷൻ ആണ്,
പെരിക്ലൈനൽ ഡിവിഷൻ ആണ്. എന്നിട്ട് പ്രൈമറി പെരിയേറ്റൽ സെല്ലും ഉണ്ടാകും, പ്രൈമറി സ്പോറോജിനസ് സെല്ലും ഉണ്ടാകും. അതിൽ പ്രൈമറി പെരിയേറ്റൽ സെൽസ് എന്താ ഔട്ടർ ആൻഡ് ഇന്നർ ആയിട്ടുള്ള വോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പ്രൈമറി സ്പോറോജിനസ് സെൽസ് ആയിരിക്കും മെഗാസ്പോർ മദർ സെൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കുന്നു, ടെട്രാഡ് ഉണ്ടാകുന്നു. പക്ഷേ ഈ ഒരു ഫീമെയിൽ ഗാമറ്റോഫൈറ്റില് മെജോറിറ്റി കേസിൽ അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നടക്കുന്നത് ഈ ഒരു ടെട്രാഡ്സിൽ 3 ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് ഒന്ന് ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതാണ് പോളിഗോണം ടൈപ്പ് എന്ന് പറയുന്നത്. ആ ഓരോ ടൈപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മെജോറിറ്റി കേസിലും ഈ ഒരു പ്രോസസ് ആണ് മെഗാസ്പോറോജെനിസിസിൽ ഉണ്ടാകുന്നത്. ഓക്കെ, വൺ ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടായി. നെക്സ്റ്റ് എന്താണ്? മെഗാ ഗ്യാമറ്റോജെനിസിസ് ആണ്. മെഗാ ഗ്യാമറ്റോജെനിസിസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫങ്ഷണൽ മെഗാസ്പോറിന് മൈറ്റോസിസ് നടന്നിട്ട് ആദ്യം ഇവിടെ ഉള്ളതുപോലെ ആദ്യം 2 ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷൻ ആകും. എഗെയിൻ മൈറ്റോസിസ് നടന്നു, 4 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ, എഗെയിൻ മൈറ്റോസിസ്, അങ്ങനെ 3 തവണ മൈറ്റോസിസ് നടന്നിട്ട് 8 ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷൻ ആകും. അതാണ് പോളിഗോണം ടൈപ്പ് അല്ലെങ്കിൽ മോണോസ്പോറിക് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് മെഗാസ്പോറോജെനിസിസ് നടന്നിട്ട് ആ ഒരു മെഗാസ്പോറോജെനിസിസിൽ ഒന്ന് മാത്രം ഫങ്ഷണൽ ആകണം, അതിൽ നിന്ന് 3 മൈറ്റോസിസ് നടക്കുന്നുണ്ടെങ്കിൽ അതാണ് പോളിഗോണം ടൈപ്പ്. ആ ഒരു 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജിൽ നിന്ന് എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓരോ പാർട്ട് ബേസ് ചെയ്തിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഉണ്ടാകുന്ന എംബ്രിയോ സാക്ക് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോളിഗോണം ടൈപ്പിൽ ഉണ്ടാകുന്നത് 7 സെൽഡും 8 ന്യൂക്ലിയേറ്റും. അതെങ്ങനെയാണ് 7 സെല്ല് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയാണ് ആ ഒരു പ്രോസസ്സ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ, അതിൽ ഒരു എഗ് സെൽ ഉണ്ടായിരിക്കും, 2 സിനർജിഡ്സ് ഉണ്ട്, 3 ആന്റിപോഡൽസ് ഉണ്ട്, 2 പോളാർ ന്യൂക്ലിയസ് ഉണ്ട്. ആ ഈ ഒരു എഗ് സെല്ലില് 2 സിനർജിഡ്സ്, 2 1 3 ആയി, 3 3 6 ആയി. ദെൻ 2 പോളാർ ന്യൂക്ലിയസ് അല്ലേ, ആ ഒരു 2 പോളാർ ന്യൂക്ലിയസും ഒരു സെൻട്രൽ സെല്ലിന്റെ ഉള്ളിലാണ് കാണുന്നത്. ഓക്കെ, ഇതാ ഈ ഒരു യെല്ലോ കളർ സെൻട്രൽ സെല്ലിന്റെ ഉള്ളിലാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 7 സെല്ലുള്ള സ്റ്റേറ്റും 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷനുമാണ് ഈ ഒരു ടൈപ്പ് പോളിഗോണം ടൈപ്പ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഒവ്യൂൾസിന്റെ ടൈപ്പ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് മാത്രം ഒന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഫ്യൂണിക്കിളിന്റെ പൊസിഷൻ ബേസ് ചെയ്തിട്ട് ഒന്നാമത്തത് ഓർത്തോട്രോപ്പസ് ആയിട്ടുള്ള ഒവ്യൂൾ ആണ്. ഓർത്തോട്രോപ്പസ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള, നിങ്ങൾ പിക്ചർ ഒന്ന് നോക്കണം കേട്ടോ കയ്യിലുണ്ടെങ്കിൽ. ഓർത്തോട്രോപ്പസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്, അതായത് എല്ലാം ഫ്യൂണിക്കിളും ചലാസിയും മൈക്രോപൈലും ഒക്കെ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ ലൂപ്പിനസ്, പ്രൈംറോസ് ആണ്. നെക്സ്റ്റ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള അനാട്രോപ്പസ് ഒവ്യൂൾ ആണ്. അനാട്രോപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അനാട്രോപ്പസ് ആണ്. ഒവ്യൂൾ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആണ്. ഫ്യൂണിക്കിൾ ബേസിലായിരിക്കും ഉണ്ടായിരിക്കുക. മൈക്രോപൈലും ചലാസിയും സെയിം റേഡിയസിലായിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്യാമ്പൈലോട്രോപ്പസ് ആണ്. ക്യാമ്പൈലോട്രോപ്പസ് എന്ന് പറയുമ്പോൾ അവിടെ കേർവേച്ചർ ഉണ്ട്. ഒവ്യൂൾ എന്ന് പറയുന്നത് കേർവ്ഡ് ആയിട്ടുള്ളതായിരിക്കും, അതായത് മൈക്രോപൈൽ എൻഡിന്റെ അടുത്ത് ബോഡി ബെൻഡ് ആയിട്ട് മൈക്രോപൈൽ റീജിയനിൽ ബെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അനാട്രോപ്പസിന്റെ അത്ര ഇൻവേർട്ടഡ് അല്ല. അതാണ് പെറ്റൂണിയ സൊളാനം. നെക്സ്റ്റ് പറയുന്നത് ആംഫിട്രോപ്പസ് ആണ്. അതും ക്യാമ്പൈല് പോലെ തന്നെ ബെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ കൂടെ അവയുടെ എംബ്രിയോ സാക്കും കൂടി ബെൻഡ് ചെയ്തിട്ടുണ്ട്. അവയില് ഹോഴ്സ് ഷൂ ഷേപ്പുള്ള എംബ്രിയോ സാക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ ഗ്രാസ് ഫിഷസ് ആണ്. അത് കൂടാതെ ഹെമി അനാട്രോപ്പസ് ഉണ്ട്. ഹെമി അനാട്രോപ്പസ് എന്ന് പറയുമ്പോൾ അനാട്രോപ്പസ് കംപ്ലീറ്റ്ലി ഇൻവേർട്ടഡ് ആണെങ്കിൽ ഹെമി അനാട്രോപ്പസ് പകുതിയായിരിക്കും ഉണ്ടായിരിക്കുക, പകുതി ഇൻവേർട്ടഡ് ആയിട്ടുള്ളത്. കൂടാതെ സെർസൈനോട്രോപ്പസ് ഉണ്ട്, അത് കംപ്ലീറ്റ്ലി ഒന്ന് കേർവ് ചെയ്തിട്ട് നല്ല രീതിയിൽ സർക്കുലർ ആയിട്ട് കേർവ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസെല്ലസിന്റെ എമൗണ്ടും നമ്പറും ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ഉണ്ട്, ക്രാസി ആൻഡ് ടെന്നി ന്യൂസെല്ലേറ്റ്. അതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആൻഡ് കോമൺ ആയിട്ടുള്ളത് ഈ ഒരു ടെന്നി ന്യൂസെല്ലേറ്റ് ആണ്. ടെന്നി ന്യൂസെല്ലേറ്റ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ന്യൂസെല്ലസ് തിക്ക് ആയിട്ടുള്ള 1 ലെയർ തിക്ക് ആയിട്ടുള്ള, അതിൽ കുറച്ച് തിൻ ആയിട്ടുള്ള ന്യൂസെല്ലസ് ആയിരിക്കും. അതായത് MMC ഫോം ചെയ്യുമ്പോൾ തന്നെ ഒരു ന്യൂസെല്ലസ് എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്ത് പോകുന്ന ടൈപ്പാണ്. ദെൻ ക്രാസി ന്യൂസെല്ലേറ്റ് എന്ന് പറയുമ്പോൾ ന്യൂസെല്ലസിന്റെ ഡീപ്പിലായിരിക്കും നമ്മുടെ മെഗാസ്പോർ മദർ സെല്ല് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റിലൊക്കെയാണ് ക്രാസി ന്യൂസെല്ലേറ്റ്. ദെൻ ഇന്റഗ്യുമെന്റിന്റെ നമ്പർ ബേസ് ചെയ്തിട്ട് ഒരു ഇന്റഗ്യുമെന്റ് മാത്രമാണെങ്കിൽ യൂണി ടെക്നിക്, 2 ഇന്റഗ്യുമെന്റ് ഉണ്ടെങ്കിൽ ബൈ ടെക്നിക്, അതാണ് കോമൺ ആയിട്ടുള്ളത്. ഇന്റഗ്യുമെന്റ് ഇല്ലെങ്കിൽ അടെക്നിക് ആയിട്ടുള്ള കണ്ടീഷൻ.
അപ്പൊ ഇത്രയാണ് ഒവ്യൂളിന്റെ ടൈപ്പ്. ഈ ഒരു ഒവ്യൂളിന്റെ ഉള്ളിൽ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യലോ, ആ ഒരു എംബ്രിയോ സാക്കിന്റെ പോളിഗോണം ടൈപ്പ് നമ്മൾ പഠിച്ചുല്ലോ, 7 സെൽഡ് 8 ന്യൂക്ലിയസ് സ്റ്റേജ്. അതേപോലെ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഒവ്യൂളിൽ എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റ്, മെഗാസ്പോറിൽ നിന്ന് എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോണോസ്പോറിക്, ബൈസ്പോറിക്, ടെട്രാസ്പോറിക്. അപ്പൊ അതിൽ മോണോസ്പോറിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മെഗാസ്പോറിന്റെ ടെട്രാഡ് ഉണ്ടാവുമല്ലോ, ആ ടെട്രാഡില് 4 പാർട്ടീഷൻ കളഞ്ഞിട്ട് നല്ല രീതിയിൽ 4 പാർട്ടീഷൻ ഉണ്ടെങ്കിൽ അതാണ് മോണോസ്പോറിക്കിന്റെ ഒന്നാമത്തത്. പക്ഷെ ബൈസ്പോറിക് ആണെങ്കിൽ അവിടെ ടെട്രാഡ്സ് അല്ല, ഡയാഡ്സ് ആണ് ആക്ച്വലി ഉണ്ടായിരിക്കുക. അതായത് ഒരു പ്രോസെപ്റ്റ മാത്രം ഫോം ചെയ്തിട്ട് ബാക്കി 2 ചാമ്പറിലും സെല്ലിലും 2 ന്യൂക്ലിയസ് വെച്ചിട്ട് 4 മെഗാസ്പോർ വെച്ചിട്ട് 4 ഉണ്ടായിരിക്കും. ടെട്രാസ്പോറിലാണെങ്കിൽ ആ ഒരു സെപ്റ്റ വോളിന്റെ ഫോർമേഷൻ ഇല്ല. എല്ലാ 4 മെഗാസ്പോറും ഒരു സെല്ലിന്റെ ഉള്ളിലായിരിക്കും. അതാണ് ഈ 3 എണ്ണത്തിന്റെ വ്യത്യാസം. ഇനി ആ 3 എണ്ണത്തില് മോണോസ്പോറിക്കിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമതാണ് പോളിഗോണം ടൈപ്പ്, നമ്മൾ പഠിച്ചു കോമൺ ആയിട്ടുള്ളത്. അതായത് ഈ 3 എണ്ണത്തില് നമ്മൾ ഈ വരച്ച 4 എണ്ണത്തിൽ 3 എണ്ണം ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോയിട്ട് ഒന്ന് മാത്രം ഫങ്ഷണൽ ആകും. ആ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോറിന് 3 തവണ മൈറ്റോസിസ് നടന്നിട്ട് 8 ന്യൂക്ലിയസും 7 സെല്ലും ഉണ്ടാകും. അതാണ് പോളിഗോണം. ഓണോതെറ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ഫങ്ഷണൽ, പക്ഷെ ആ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോറിന് 2 മൈറ്റോസിസേ നടക്കുന്നുള്ളൂ. അപ്പൊ അവിടെ 2 മൈറ്റോസിസ് നടക്കുമ്പോൾ 4 ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷനേ ഉണ്ടാവുള്ളൂ. ഇത്തരം കേസിൽ ആന്റിബോഡീസ് ഫോം ചെയ്യുന്നില്ല. എക്സാമ്പിളും നോക്കുക. ഫ്രിട്ടിലേറിയ എന്ന് പറയുന്നത് പലതവണ മൈറ്റോസിസ് നടന്നിട്ട് ഒരു ലാർജ് എംബ്രിയോസ് ആക്കി വിത്ത് മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഒരു ബൈസ്പോറിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ 2 ഡയാഡ്സ് ഉണ്ടായില്ലേ, അതിൽ ഒന്ന് ഡീജനറേറ്റ് ചെയ്തിട്ട് പോകും. ആ ഒരു മറ്റേ സെല്ലിൽ നിന്നാണ് ഫെർദർ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതിൽ അല്ലിയം ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ 2 ന്യൂക്ലിയസും ഫോം ചെയ്തിട്ടുള്ളതിന് 3 മൈറ്റോസിസ് നടന്നിട്ട് 8 ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ഒരു പൊളിഗോണം പോലെ തന്നെ. പക്ഷെ ചളാസൽ എൻഡിലുള്ള ഈ 2 എണ്ണത്തില് ചളാസൽ എൻഡിലുള്ള മെഗാസ്പോർ ആണ് ഫങ്ഷണൽ ആയിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, എൻജമയോൺ ആണെങ്കിൽ മൈക്രോപൈലാർ എൻഡിലുള്ള ആ ഒരു പ്രോസസ് മെഗാസ്പോർ ആണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. ആ മെഗാസ്പോറിന് സെയിം പ്രോസസ്സ് നടക്കും. ലില്ലിയേസി ഫാമിലിയിലാണ് ഉള്ളത്. ടെട്രാസ്പോറിക് എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ടതാണ് ഉള്ളത്. അതിൽ ഡ്രൂസ എന്ന് പറയുന്നത് ആ ഒരു 4 മെഗാസ്പോർ ഉണ്ടല്ലോ, 4 മെഗാസ്പോറിനും 2 തവണ ഡിവിഷൻ നടക്കും. 4 8 ആകും, 8 16 ആകും. ഓക്കെ, അവിടെ 3 സെല്ലുള്ള സ്റ്റേജ് ആയിരിക്കും ഡ്രൂസയിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു ടെട്രാസ്പോറിക് കണ്ടീഷൻ എന്ന് പറയുന്നത് സീനോമെഗാസ്പോർ ആണ്. സീനോമെഗാസ്പോർ എന്ന് പറയുമ്പോൾ അവിടെ സെപ്റ്റ വഴിയുള്ള സെപ്പറേഷൻ ഇല്ല. പെപ്പറോമിയ ടൈപ്പ് ഡ്രൂസ പോലെ തന്നെയാണ്. 16 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സാക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അറേഞ്ച്മെന്റ് വ്യത്യാസമാണ്. നല്ല രീതിയിലുള്ള ഡ്രൂസേനേക്കാളും യുണീക്ക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും. 2 സെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. പ്ലംബാഗോ ടൈപ്പ് 8 ന്യൂക്ലിയസേ ഉണ്ടാകുന്നുള്ളൂ. ഒരു തവണ ഡിവിഷൻ നടക്കുന്നുള്ളൂ. അറേഞ്ച്മെന്റ് ഓഫ് ട്രിപ്ലെറ്റ്സ് അല്ല, ക്വാഡ്രപ്പിൾസ് ആണ്. അതായത് 4 ക്വാഡ്രായിട്ട് 4 മുകളിൽ 4 നടുവിലായിട്ട് 4 താഴെ, മൈക്രോപൈലും 4 ചലാസയിലും ആയിട്ട് ആ ഒരു മെത്തേഡിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ആ ഒരു പ്രോസസ്സ് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാം പോളിനേഷൻ അല്ലെ. പോളിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നതാണ്. ആ വീഴുന്നതിന് ആ ഒരു കണ്ടീഷൻ നമ്മൾ പോളന്റെ ജെർമിനേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ വെജിറ്റേറ്റീവ് സെല്ല്, വാസ്റ്റ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ടായിരിക്കും, സ്മോളർ ജനറേറ്റീവ് സെല്ലും ഉണ്ടായിരിക്കും. ആ വെജിറ്റേറ്റീവ് സെല്ല് ട്യൂബ് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ജനറേറ്റീവ് സെല്ല് എന്ന് പറയുന്നതാണ് മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു പോളിനേഷന് മുന്നേ രണ്ട് രീതിയിലുള്ള പോളിനേഷൻ നടക്കാം. ഒന്നാമത്തത് 2 സെൽഡ് ആണ്. അതായത് ഈ ഒരു കണ്ടീഷന് 2 ന്യൂക്ലിയസ് ട്യൂബ് ന്യൂക്ലിയസിന്റെ അടുത്ത് 2 മെയിൽ ഗമേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ പോളൻ ട്യൂബ് നമ്മൾ പോളിനേഷൻ നടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, എന്നിട്ടാണ് 2 സ്പെർം സെല്ല് ഒബ്യൂളിൽ എത്തുന്നതെങ്കിൽ അതിനാണ് 2 സെൽഡ് പോളൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ. പക്ഷെ 3 സെൽഡ് പോളൻ എന്ന് പറയുമ്പോൾ പോളിനേഷൻ നടക്കുന്നതിന് മുന്നേ പോളൻ ട്യൂബ് വളരും. 2 സ്പെർം സെൽസ് ഡയറക്ട്ലി മൂവ് ആൻഡ് ഫെർട്ടിലൈസേഷൻ, അതായത് ജനറേറ്റീവ് സെല്ല് എത്തുന്നതിന് മുന്നേ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഒരു 3 സെല്ലുള്ള കണ്ടീഷൻ ആയിട്ടായിരിക്കും വീകുന്നത്. അതിനെയാണ് 3 സെൽഡ് പോളൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോളിനേഷൻ നടക്കുന്ന മെക്കാനിസത്തിന്റെ ജസ്റ്റ് പേര് മാത്രം. വിൻഡ് ആണെങ്കിൽ അനിമോഫിലി, വാട്ടർ ഹൈഡ്രോഫിലി,
ഇൻസെക്ട് ആണെങ്കിൽ എന്റമോഫിലി, ബേർഡ്സ് ആണെങ്കിൽ ഓർണിത്തോഫിലി, അനിമൽ ആണെങ്കിൽ സൂഫിലി. ഓക്കെ, അപ്പൊ അങ്ങനെ പോളിനേഷൻ നടന്നു, എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റും നടന്നു. പോളിനേഷൻ നടന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, മെയിൽ ഗാമേറ്റിന്റെ ഒരു ഫ്യൂഷൻ അത് പറയാം. അതിനു മുന്നേ ഒരു ഫെർട്ടിലൈസേഷൻ നമുക്ക് 3 ടൈപ്പ് വേണമെങ്കിൽ പറയാം. അതായത് മെയിൽ ഗാമേറ്റ് എന്താ നമ്മൾ ആ ഒരു എംബ്രിയോ സാക്കിന്റെ സിനർജിഡ്സിലൂടെ ആന്റിപോഡൽസിലൂടെ ഉള്ളിലോട്ട് കയറിയാണ് എഗ് അപ്പാരറ്റസുമായിട്ട് ഫ്യൂസ് ചെയ്യണം അല്ലെ. അതിന് 3 ടൈപ്പ് ഉണ്ട്, പോറോഗമി, മീസോഗമി, ചലാസോഗമി. പോറോഗമി എന്ന് പറയുമ്പോൾ മൈക്രോപൈലാർ റീജിയനിലൂടെയാണ് മെയിൽ ഗമേറ്റ് പോയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, പോളൻ ട്യൂബ് എൻട്രി ചെയ്യുന്നത് മൈക്രോപൈലിലാണ്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് പോറോഗമി ആണ്. പക്ഷെ മീസോഗമി എന്ന് വെച്ചാൽ ഒവ്യൂളിന്റെ മിഡിൽ റീജിയൻസിലൂടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. മൈക്രോപൈൽ ആൻഡ് സം മിഡിൽ എൻട്രി, ചിലതിൽ മൈക്രോപൈലും മിഡിൽ പോർഷനിലൂടെ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മീസോഗമി. വളരെ കോമൺ റെയർ ആയിട്ടുള്ളതാണ് മീസോഗമി. ചലാസോഗമി എന്ന് പറയുന്നത് മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചലാസയിലൂടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതും റെയർ ആണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാഷുറീന, കസ്ക്യൂട്ട ഒക്കെയാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കാം. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്, ഇതാണല്ലോ നമ്മുടെ എംബ്രിയോ സാക്ക്. ചലാസയിലെ ആന്റിപോഡൽ സെൽസ് ഉണ്ടായിരിക്കും, അത് ഫർദർ ഡീജനറേറ്റ് ചെയ്ത് പോവാണ് ചെയ്യുക. ഒരു സെൻട്രൽ സെൽ ഉണ്ടായിരിക്കും, അതിൽ 2 പോളാർ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. മൈക്രോപൈലാർ റീജിയനിലും എന്തുണ്ടായിരിക്കും, എഗ് അപ്പാരറ്റസും 2 ആന്റിപോഡൽ സെൽസും ഉണ്ടായിരിക്കും. ഇത് സിനർജിഡ്സ് ആണ്. ഒന്നാമത്തത് സിംഗമിയാണ്. സിംഗമി എന്ന് പറയുന്നത് മെയിൽ ഗമേറ്റ് എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. ഓക്കെ, എഗ് സെല്ലുമായിട്ട് മെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകും, അവ എംബ്രിയോ ആയിട്ട് മാറുന്നു. രണ്ടാമത്തത് ട്രിപ്പിൾ ഫ്യൂഷൻ ആണ്. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ മെയിൽ ഗമേറ്റ്, ജനറേറ്റീവ് സെല്ലിലെ 2 മെയിൽ ഗമേറ്റ് ഉണ്ടല്ലോ, അതിൽ രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് ഈ 2 പോളാർ ന്യൂക്ലിയസുമായിട്ട് കൂടി ചേർന്നിട്ട് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള 3N കണ്ടീഷനിലുള്ള എൻഡോസ്പേം ഉണ്ടാകും. അവ എംബ്രിയോ ഡെവലപ്മെന്റിന് മുന്നേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എംബ്രിയോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എൻഡോസ്പേം. then embryo sac എന്ന് പറയുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ക്യാരക്ടേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത് യൂഷ്വലി 7 സെയിൽഡ് 8 ന്യൂക്ലിയസ് ആണല്ലോ, അതിൽ ഒരു എഗ് സെൽ ഉണ്ടായിരിക്കുമല്ലോ, അതാണല്ലോ മെയിൽ ഗമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് സിംഗമി നടക്കുന്നത്. 2 സിനർജിഡ്സ്, 3 ആന്റിപോഡൽസ്, 1 സെൻട്രൽ സെൽ വിത്ത് 2 പോളാർ ന്യൂക്ലിയസും ആയിരിക്കും ഈസിൽ ഉണ്ടായിരിക്കുക. ഇതാണ് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സുകൾ. അപ്പൊ ഇത്രയാണ് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ ഓൾറെഡി മുകളിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.